ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു ഗ്രീൻ പീസ് കുറുമ. നമ്മൾ രാവിലെ അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എന്തിനും കഴിക്കാൻ പറ്റിയ എരിവൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളി ഒരു ഗ്രീൻ പീസ് കുറുമ. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? ഗ്രീൻ പീസ് കുറുമ തയ്യാറാക്കാനായി നമ്മൾ 250 ഗ്രാം ഗ്രീൻ പീസ് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് നല്ല കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ഗ്രീൻ പീസ്, പിന്നെ 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, സവോള ഒരു 2 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളി ഒരു 3-4 എണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഒരു സ്വല്പം കാശ്മീരി മുളക് പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ കുക്കറിലാണ് ഗ്രീൻ പീസ് വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് തന്നെ 3 പച്ചമുളകും, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ കുറുമ തയ്യാറാക്കി എടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഓവർനൈറ്റ് വെള്ളത്തിലിട്ടുകൊണ്ട് 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, 2 പച്ചമുളക്, 1 പിടി പെരിഞ്ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഗ്രീൻ പീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അരപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിലേക്ക് തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് കഴിയ വെള്ളത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ തീ കൊടുത്തിട്ടുണ്ട് കുക്കറിന്. അരപ്പം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഗ്രീൻ പീസ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ പശുമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയോടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നു. ഗ്രീൻ പീസ് കുറുമയിലേക്ക്, നാടൻ കുറുമയാണ്, അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നല്ല അടിപൊളി ഗ്രീൻ പീസ് കുറുമ നമ്മളെ കേരള സ്റ്റൈല് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റൈൽ ഗ്രീൻ പീസ് കുറുമ കഴിക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ സുഹൃത്ത് കഴിച്ച് നോക്കിയിട്ട് പറയും. സാധാരണ ഗ്രീൻ പീസ് കറി ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളാണ്. വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാറില്ല. ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇത് കഴിച്ചു നോക്കിട്ട് പറയാം. കൊള്ളാം, ഇത് അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഗ്രീൻ പീസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. കാരണം അതിങ്ങനെ എനിക്ക് മസാല ഒന്നും പിടിക്കാത്ത പോലെ തോന്നും. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.